ഗ്രേസ് മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കനകക്കുന്ന് കൊട്ടാരത്തിനകത്താണ്. അപ്പോൾ നമ്മളിവിടെ ഓണത്തോടനുബന്ധിച്ച് ഒരു മേള നടക്കുന്നുണ്ട്. ഓണക്കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ട് മേള നടക്കുന്നുണ്ട്. ഇന്ന് മുതൽ, അതായത് 13 മുതൽ 22 വരെയാണ് ഈ മേള നടക്കുന്നത്. ഒരുപാട് പ്രോഗ്രാംസൊക്കെ ഇവിടെ വെച്ച് നടക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ അതിൻ്റെ ഇനാഗുറൽ സെക്ഷൻ തുടങ്ങുന്നേ ഉള്ളൂ. പുലികളിയും തൃശ്ശൂരിൽ നിന്നൊക്കെ വന്നിട്ടുള്ള പുലികളിയും ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരുപാട് നിശാഗന്ധി ഓഡിറ്റോറിയം നിറയെ ആൾക്കാർ വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് പെറ്റ് ഷോ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ മേളയിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരുപാട് സ്റ്റാളുകളുണ്ട്. പിന്നെ ഏഷ്യാനെറ്റിൻ്റെ ഒരു പങ്കാളിത്തം കൂടെ ഉണ്ടെന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് തന്നെയാണ് ഇതിന് നേതൃത്വം നൽകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് പ്രോഗ്രാംസ് ഇവിടെ 2-3 സ്റ്റേജിലായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് കയറാൻ വേണ്ടി ടിക്കറ്റ് ചാർജ് ഉണ്ട്. 50 രൂപയാണ് ടിക്കറ്റ്. അപ്പോൾ എന്തായിരുന്നാലും ഇത് നമ്മുടെ തിരുവനന്തപുരംകാർ എന്തായിരുന്നാലും ഒരു നമ്മുടെ ഓണാഘോഷം വളരെ പരിമിതമായിട്ടുള്ള രീതിയിൽ നടത്തുന്ന സാഹചര്യത്തിൽ വരുന്നവരൊക്കെ വന്ന് കണ്ട് ആസ്വദിക്കുക. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ബാൻഡിൻ്റെ പ്രോഗ്രാം അങ്ങനെ തുടങ്ങിയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. വീഡിയോയിലേക്ക് പോകട്ടോ. നമ്മൾ മേളയുടെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. പാസ് മുഖേനയാണ് പ്രവേശനം. 50 രൂപയാണ് പാസ്. അപ്പോൾ പുലികളി കുറച്ച് കൂടുതൽ കാണിച്ചത് നമുക്ക് ഇവരെ പരിചിതമല്ലല്ലോ. വല്ലപ്പോഴൊക്കെ നമ്മുടെ നാട്ടിൽ വരുമ്പോഴാണ് നമ്മൾ കാണുക. എന്തായിരുന്നാലും പുലികളി കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് പോകുമ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സൊക്കെ പ്രാവശ്യം സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നാലും ഇവിടെ ഒരുങ്ങുന്ന ഓരോ മേളയും പല രീതിയിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യസ്തതകൾ ഇവിടെ ഉണ്ടാവും. ക്രിസ്മസിനായിരുന്നാലും ഓണത്തിനായിരുന്നാലും പല പരിപാടികൾ നമ്മൾ കനകക്കുന്നിൽ നമ്മൾ വെച്ച് കണ്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തന്നെയാണ് ഇപ്പോഴത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും അവിടുത്തെ ആംബിയൻസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ വ്യത്യസ്ത രീതിയിലുള്ള ലൈറ്റിംഗ് സംവിധാനങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം, അടിപൊളിയാണ്. ഈ മരത്തിൻ്റെ കാര്യം എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. റാന്തൽ ലൈറ്റുകൾ തൂക്കിയതുപോലുള്ള ആ ഫാൻസി ലൈറ്റുകൾ ആ മരത്തിൽ നിറയെ ഒരുക്കിയിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ വൈകുന്നേരം ആകുമ്പോൾ അതിൻ്റെ ഭംഗി ഇരട്ടിക്കും, അത് ഉറപ്പ് തന്നെയാണ്. ഇത് വൈകുന്നേര സമയത്താണ് എടുത്തത്, അതുകൊണ്ടാണ് ആ ലൈറ്റ് ബാക്കിലേക്കുള്ളത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതിൻ്റെ ഭംഗി എന്തായിരുന്നാലും വർദ്ധിക്കും. അതുപോലെ തന്നെ നടന്നു പോകുന്ന വഴികളിലൊക്കെ ഇതുപോലുള്ള തോരണങ്ങൾ, വ്യത്യസ്ത രീതിയിലുള്ള തോരണങ്ങളും അതുപോലെ തന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. എന്തായാലും ഫോട്ടോ എടുക്കാനൊക്കെ വളരെ നല്ലൊരു വൈബായിരിക്കും ഇവിടെ കേട്ടോ. തോരണങ്ങളെ പോലെ തന്നെ ഇപ്പോഴുള്ള പുതിയൊരു ഡിസൈനാണ് ഇതാ ഈ കാണുന്നത് പോലെ. റിബൺ വലിച്ചു കെട്ടിയത്, വലിയ റിബൺ വലിച്ചു കെട്ടിയതുപോലുള്ള പല സ്ഥലങ്ങളിൽ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു സ്റ്റേജാണ് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു പോയത്. മേളയിലെ മുഖ്യ ആകർഷണം ഈ പെറ്റ് ഷോയാണ്. വളരെ വെറൈറ്റി ആയിട്ടുള്ള പെറ്റ്സിനെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഇതിനകത്ത് കയറിയതിന് ശേഷം ടിക്കറ്റ് റേറ്റിലാണ് ഈ പെറ്റ് ഷോ കാണാൻ സാധിക്കുക. ഇത് മാത്രമല്ല, ഒരുപാട് ഫുഡ് കോർട്ടും അതുപോലെ അമ്യൂസ്മെൻറ്റ് പാർക്കും അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രോഗ്രാംസ് ഇതിനകത്ത് നടക്കുന്നുണ്ട്. മെയിനായിട്ട് വൈകുന്നേരങ്ങളിൽ ഓരോ ബാൻഡ് ടീമും അവതരിപ്പിക്കുന്ന പ്രോഗ്രാംസ് ഉണ്ട്. 1, 2, 3 സ്റ്റേജുകളിലായിട്ട് അതിൻ്റെ പ്രോഗ്രാംസ് എല്ലാം അവിടെ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്ന് ഫസ്റ്റ് ദിവസമല്ല, ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായിട്ടില്ല. കുറച്ചും കൂടി ഒരുക്കങ്ങൾ പൂർത്തിയാവാനുണ്ട്. പ്രാവശ്യം ഓണം അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി മേള തന്നെ ആയിരിക്കും. എല്ലാവരും വരിക കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വിശേഷമായിട്ട് കാണാം. ബൈ.